Hello, welcome to online class again. നമ്മൾ സെക്കൻഡ് പാർട്ട് ഡിസ്കസ് ചെയ്യാണ് സം ബേസിക് കോൺസെപ്റ്റ് ഇൻ കെമിസ്ട്രിയിലെ സെക്കൻഡ് പാർട്ടാണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. അതായത് രണ്ടാളുകൾ കൂടിച്ചേർന്നിട്ട് എന്തൊക്കെയോ ഉണ്ടാവുകയാണ്, വാട്ട് വി കോൾഡ് ആസ് റിയാക്ഷൻ അല്ലേ. അഭികാരങ്ങൾ കൂടിച്ചേർന്ന് ഉൽപ്പന്നം ഉണ്ടാവുകയാണ്, റിയാക്റ്റൻസ് കമ്പൈൻ ചെയ്ത് പ്രൊഡക്റ്റ് ഫോം ചെയ്യുകയാണ്, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണ്. അതിൻ്റെ അകത്ത് ഒബേ ചെയ്യുന്ന കുറച്ച് നിയമങ്ങളുണ്ട്, പണ്ട് കാലം മുതലേ പറഞ്ഞിട്ടുള്ള കുറച്ച് നിയമങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ പഠിക്കുന്നത്. ഐ തിങ്ക് 6 എങ്ങാണ്ടായിട്ടുണ്ട്, ഞാനൊന്ന് പറയാം. 1 ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, 2 ലോ ഓഫ് ഡെഫിനൈറ്റ് പ്രൊപ്പോർഷൻ, 3 ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, 4 ലോ ഓഫ് ഗെലുസാക് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയം, 5th വൺ വരുന്നത് അവോഗാഡ്രോസ് ലോ, പിന്നെ ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയും പറയാനുണ്ട്. ഒബ്ജക്റ്റീവ് ലെവലിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു റിച്ചർ എന്ന് പറയുന്ന ആൾ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷനുണ്ട്. നമുക്ക് ആദ്യം NCERT പറയുന്ന ലോസ് ഒന്ന് നോക്കാം. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ലോയുടെ പേരാണ് എന്താ പറഞ്ഞ ഞാൻ, ലോയുടെ പേരെന്താ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, അതിന് മീനിങ് എന്താ, മാസ് സംരക്ഷിക്കുക അല്ലേ. കൺസർവ് ചെയ്യുക മീൻസ് എന്താണ്, മാസ് എന്ത് ചെയ്യുക, സംരക്ഷിക്കുക. മാസ് സംരക്ഷണ നിയമം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. മാസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ലോ. മക്കളെ, ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിൽ ആദ്യം, അല്ലെങ്കിൽ നിങ്ങൾ ഓരോ ലോയും എടുക്കുന്ന സമയത്ത് നിങ്ങൾ അറിയേണ്ട ഒരു കേസ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലോയുടെ പേരെന്താണ്. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ആരാണത് പ്രപ്പോസ് ചെയ്യുന്നത് പറയാം, എന്താണ് അതിൽ പറയുന്നത്, കോൺസെപ്റ്റ് നിങ്ങൾ മൈൻഡിൽ ക്ലിക്കാക്കുക, എന്താണെന്നുള്ളത് നിങ്ങളൊരു വ്യൂവിൽ നിങ്ങളത് മൈൻഡിൽ ഫിക്സ് ചെയ്യുക. അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബൈഹാർട്ട് ചെയ്യാം. ലോ അല്ലേ, ബൈഹാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ ഇയറിൽ അടുത്ത മാർച്ചിൽ എക്സാം എഴുതുന്നവരെ നിങ്ങളെ മൈൻഡിൽ അത് ഓർമ്മ ഉണ്ടായിരിക്കണം. ഇപ്പോൾ തന്നെ അങ്ങ് പഠിക്കുക. ഓക്കെ, ബൈഹാർട്ട് ചെയ്യുക, ആരാണത് പ്രപ്പോസ് ചെയ്തതെന്ന് ബൈഹാർട്ട് പറഞ്ഞു, എന്താണ് ആ ലോയുടെ കോൺസെപ്റ്റ് അത് മൈൻഡിൽ കയറ്റി വെക്കുക. സ്റ്റേറ്റ്മെൻറ്റ്, ആ കോൺസെപ്റ്റ് പഠിച്ച് സ്റ്റേറ്റ്മെൻറ്റും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് ഫിക്സ് ചെയ്ത് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ആവശ്യമെങ്കിൽ 1-2 എക്സാമ്പിൾ കൊടുക്കുവാൻ പാകത്തിൽ നിങ്ങളതിനെന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 6 ലോസും പഠിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രധാനമായും 6 ലോസ് പറഞ്ഞു, 5 ലോസ് വരെ നമ്മൾ ഈ ലെവലിലാണ് എന്ത് ചെയ്യേണ്ടത്, ഡീൽ ചെയ്യേണ്ടത്. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്നാണ് ലോയുടെ പേര്. പ്രപ്പോസ് ചെയ്തത് ആന്റോയിൻ ലാവോസിയർ. സിംപ്ലി നിങ്ങൾ ലാവോസിയർ എന്ന് പറഞ്ഞാൽ മതി. ലാവോസിയർ, റെഡി, ആന്റോയിൻ ലാവോസിയർ. ഇനി ഇതിൻ്റെ കോൺസെപ്റ്റ് ഞാൻ പറയാം കേട്ടോ. അതിനു മുമ്പ് നിങ്ങളുടെ ഒരു ബേസിക് നോളജ് ഞാനിവിടെ കാണിക്കാം. എന്ത്, ഇപ്പോൾ A+B gives C എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ നടന്നെങ്കിൽ ദിസ് വൺ വാട്ട് വി കോൾഡ് ആസ് റിയാക്റ്റൻറ്റ് അല്ലേ. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, റിയാക്റ്റൻറ്റ് അഥവാ അഭികാരകങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. ഇനി നമ്മൾ റിയാക്റ്റൻറ്റിനെ പറയുള്ളൂ കേട്ടോ. റെഡി, ഇതിനെ വിളിക്കുന്ന പേര് ലെറ്റ് ഇറ്റ് ബി C+D. ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രൊഡക്റ്റ്, ഉൽപ്പന്നങ്ങൾ. നമ്മളിനി പ്രൊഡക്റ്റിനെ പറയുള്ളൂ. ഓക്കെ, ആൻഡ് ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് യുവർ റിയാക്റ്റൻറ്റ് ടു പ്രൊഡക്റ്റ്, ദാറ്റ് ഈസ് സെഡ് ടു ബി റിയാക്ഷൻ. രാസപ്രവർത്തനം, എന്താ പറയുക, റിയാക്ഷൻ. Okay, so what do you mean by a reaction? A reaction which means some reactants are turns to product. Okay, എന്താണ് റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത്? റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത് കെമിക്കൽ സ്പീഷീസ്, കെമിക്കൽ ആയിട്ടുള്ള ആളുകളാണ്. കെമിക്കൽ സ്പീഷീസ് വിച്ച് അണ്ടർഗോസ് റിയാക്ഷൻ. ആരാണോ റിയാക്ഷൻ പങ്കെടുക്കുന്നത് അവരെ വിളിക്കുന്ന പേരാണ് കെമിക്കൽ സ്പീഷീസ്. ആൻഡ് ദ കെമിക്കൽ സ്പീഷീസ് വിച്ച് ഫോംഡ് ബൈ എ റിയാക്ഷൻ, ഒരു റിയാക്ഷൻ വഴി കിട്ടുന്ന കെമിക്കൽ സ്പീഷീസ് എന്താണ്, അവരെ വിളിക്കുന്ന പേരാണ് പ്രൊഡക്റ്റ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. സോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രപ്പോസ്ഡ് ബൈ ആന്റോയിൻ ലാവോസിയർ. ഇനി ലോയുടെ കോൺസെപ്റ്റ് എന്താണെന്ന് ഞാൻ ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എന്ത് ചെയ്യാം, കിടക്കാം. മക്കൾ ശ്രദ്ധിക്കട്ടോ, നമ്മൾ കാർബണിൻ്റെ കമ്പഷൻ എടുക്കുക. കാർബണും ഓക്സിജനും കൂടി ചേർന്ന് എന്ത് രൂപപ്പെടുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് രൂപപ്പെടുന്നു. ഓക്കെ,
സോ ഇതാരാണ് റിയാക്ടൻറ്റ്, ഇതാരാണ് പ്രൊഡക്റ്റ്. ദർ ഇസ് നോ ഡൗട്ട്, റൈറ്റ്. സോ ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻറ്റ് ഞാൻ കാണാം. ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻറ്റ്, ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻറ്റ്, ലെറ്റ് ദ ടോട്ടൽ മാസ് റെപ്രസെൻറ്റഡ് ആസ് MR. വെറുതെ ഞാൻ ഇട്ടുന്നുള്ളൂ കേട്ടോ, വെറുതെ ഞാൻ ഇട്ടുന്നുള്ളൂ. ടോട്ടൽ മാസിന് ഞാൻ MR എന്നിട്ടു. M സ്റ്റാൻഡ്സ് ഫോർ മാസ് ആൻഡ് R സ്റ്റാൻഡ്സ് ഫോർ വാട്ട്? റിയാക്ടൻറ്റ്. നമുക്കറിയാം കാർബണിൻ്റെ മാസ് 12 ആണ്, ഓക്സിജൻ്റെ മാസ് 2 × 16 32 ആണ്. സോ ദ ടോട്ടൽ മാസ് ഈസ് 44 ഗ്രാം. ഈ റിയാക്ഷനിലെ റിയാക്ടൻറ്റിൻ്റെ ടോട്ടൽ മാസ് 44 ഗ്രാം ആണ്. ഈ 12ഉം 32ഉം എങ്ങനെ കിട്ടിയെന്നുള്ളത് അറ്റോമിക് മാസിനെ കുറിച്ചൊക്കെ അറിയണം. നിങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് അറിയുന്നുണ്ടായിരിക്കും, എന്തായാലും അറിയുന്നുണ്ടായിരിക്കും, അല്ലാണ്ടൊന്നും നിങ്ങൾ ഈ ഒരു ലെവൽ വരെ എത്തിയിട്ടുണ്ടായിരിക്കില്ല. നമുക്ക് ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യാണ്ട് അറ്റോമിക് മാസ്. സോ ഞാൻ വളരെ വ്യക്തമായിട്ട് പിന്നീട് ഡിസ്കസ് ചെയ്യും. തൽക്കാലം ഞാൻ പറയുന്നത് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ 12 + 32. ഓക്കെ. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നതിൻ്റെ മാസ് 44 ആണ്. സോ ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് MP, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ഓൾസോ 44. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. മാസ് സംരക്ഷിക്കുന്ന നിയമം എന്ന് പറയുന്നത് ഇതാണ്. എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്തേ മക്കളെ? നോക്കൂ, 44 ഗ്രാം ആയിരുന്നു റിയാക്ഷന് മുമ്പ് ഉണ്ടായിരുന്നത്, ആണോ? റിയാക്ഷന് ശേഷവും എന്ത് തന്നെയാണ്? 44 ആണ്, അല്ലേ? റിയാക്ഷന് ശേഷം എന്ത് വന്നില്ല? 43 ഗ്രാം വന്നോ? ഇല്ല. റിയാക്ഷന് ശേഷം 43 ഗ്രാം ആയിരുന്നെങ്കിൽ നമ്മൾ പറയായിരുന്നു കുറച്ച് മാസ് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. അങ്ങനെ നഷ്ടപ്പെട്ടോ? ഇല്ല. റിയാക്ഷന് ശേഷം 45 ഗ്രാം ആണെങ്കിൽ, ഞാൻ വെറുതെ നിങ്ങൾക്കൊരു മൈൻഡിൽ ക്ലിക്കാവാൻ വേണ്ടി പറയുന്നുള്ളൂ. റിയാക്ഷന് ശേഷം 45 ഗ്രാം ആയിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞേനെ 44 45 അഥവാ ഒരു ഗ്രാം മാസ് കൂടിയിട്ടുണ്ടെന്ന്, അഥവാ റിയാക്ഷൻ നടന്നതിൻ്റെ ഫലമായിട്ട് മാസ് കൂടിയിട്ടുണ്ടെന്ന്. അപ്പം അങ്ങനെ സംഭവിച്ചോ? ഇല്ല. 44 ഉള്ള ആള് സ്റ്റിൽ അതെന്താണ്? 44 ആണ്. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. മാസ് പ്രൊട്ടക്ട് ചെയ്യും. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തിയാൽ, ഒരു രാസപ്രവർത്തനത്തിൽ റിയാക്ടൻറ്റിൻ്റെ ടോട്ടൽ മാസ് എല്ലായ്പ്പോഴും റിയാക്ടൻറ്റിൻ്റെ ടോട്ടൽ മാസ് എല്ലായ്പ്പോഴും പ്രൊഡക്റ്റിൻ്റെ ടോട്ടൽ മാസിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ. സോ ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻറ്റ് ഓൾവേസ് ബി ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്റ്റ്. അതാണ് ഒരു കെമിക്കൽ റിയാക്ഷനിൽ റിയാക്ടൻറ്റിൻ്റെ മാസ് ഓൾവേസ് പ്രൊഡക്റ്റിൻ്റെ മാസിന് ഈക്വൽ ആയിരിക്കും. ഇതിനെ വേറൊരു രീതിയിൽ പറഞ്ഞുകൂടെ മക്കളെ? എങ്ങനെ വേറൊരു രീതിയിൽ പറയാം? മാസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡെസ്ട്രോയിഡ്. മാസിനെ നൈദർ ബി ക്രിയേറ്റഡ്, നിർമ്മിക്കാനാവില്ല, ഉണ്ടാക്കാനാവില്ല. പറ്റുമോ? മാസിനെ ഉണ്ടാക്കാൻ പറ്റിയിരുന്നെങ്കിൽ 44 ഗ്രാം ഉള്ളത് 45 ഗ്രാം ആയേനെ, അല്ലെങ്കിൽ 44-നേക്കാൾ കൂടിയേനെ. അങ്ങനെ കൂടിയോ? ഇല്ല. പണ്ടുള്ളതിനേക്കാൾ മാസ് എനിക്കിപ്പോൾ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. ഇനി നശിപ്പിക്കാൻ പറ്റുമോ എനിക്ക് മാസിനെ? അങ്ങനെ ആയിരുന്നെങ്കിൽ 44 ഉള്ളത് 44-നേക്കാൾ കുറവുണ്ടായേനെ, 43 സംതിങ് ലൈക്ക് ദാറ്റ് ഉണ്ടായേനെ. ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ മാസിനെ എനിക്ക് നശിപ്പിക്കാൻ പറ്റിയിട്ടില്ല, മാസിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. സോ മാസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ബട്ട് ഇറ്റ് ക്യാൻ ചേഞ്ച് ഫ്രം വൺ ഫോം ടു അനദർ. അല്ലേ? മാസിനെ നമ്മൾ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തില്ലേ? ചെയ്തു. എങ്ങനെ? പണ്ട് ഈ 44 എന്ന് പറയുന്ന മാസ് നശിച്ചിട്ടോ ഉണ്ടായിട്ടോ ഇല്ല. പക്ഷേ പണ്ട് ഈ 44 എന്ന് പറയുന്ന മാസ് കാർബൺ ആൻഡ് ഓക്സിജൻ എന്ന് പറയുന്ന 2 സെപ്പറേറ്റ് എലിമെന്റുകളുടെ ഫോമിലായിരുന്നു. എഗ്രീഡ്. എന്നാൽ ഇപ്പോൾ 44 എന്ന് പറയുന്ന മാസ് ഒരൊറ്റ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിന്റെ ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ഫോം മാറിയിട്ടുണ്ട്. ആ മാസ് പണ്ട് നിന്നിരുന്ന രൂപത്തിൽ നിന്നും വേറെ രൂപത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? മാറിയിട്ടുണ്ട്. പക്ഷേ മാസ് നശിച്ചിട്ടില്ല, മാസ് പുതിയതായിട്ട് രൂപപ്പെട്ടിട്ടില്ല. സമ്മതിച്ചു? കറക്റ്റ് അല്ലേ? ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് യുവർ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അല്ലേ? ഊർജ്ജ സംരക്ഷണ നിയമം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്ത്? എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അല്ലേ? ഊർജ്ജത്തിന് നമുക്ക് നശിപ്പിക്കാനാവില്ല, നിർമ്മിക്കാനാവില്ല. ബട്ട് ഇറ്റ് ക്യാൻ ചേഞ്ച് ഫ്രം വൺ ഫോം ടു അനദർ. അല്ലേ? നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഫാൻ വർക്ക് ആവുന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് എന്തായി മാറി? മെക്കാനിക്കൽ എനർജി ആയി മാറി. സോ പക്ഷെ ഒരു എനർജിയും അവിടെ നോർമൽ കണ്ടീഷനിൽ പോയിട്ടില്ല എന്നാണ് അർത്ഥം. റെഡി? ഇനി പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് യൂണിവേഴ്സിലേക്ക് പോകുന്നൊക്കെയാണ് നമ്മൾ പറയാം. സോ എനർജി നശിച്ചിട്ടില്ല, എന്ത് ചെയ്തിട്ടുമില്ല. ഞാൻ എനർജി പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, നശിപ്പിച്ചിട്ടില്ല. പക്ഷെ ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് മാറ്റി എന്നുള്ള ലോ നിങ്ങൾ മെക്കാനിക്സിൽ മേ ബി ലോവർ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് ലൈക്ക് ദാറ്റ് കൺസർവേഷൻ ലോ അങ്ങനെയാണ്. സോ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ പറഞ്ഞു. ഒരു എക്സാമ്പിൾ ഞാൻ ഇട്ടു. ഒരു എക്സാമ്പിൾ കൂടി കാണിക്കട്ടെ മക്കളെ, ശ്രദ്ധിക്കൂ. മീഥെയിൻ്റെ കമ്പഷനാണ്. മീഥെയിൻ CH4 + 2O2 ഫോംസ് വാട്ട്? ഹൈഡ്രോകാർബൺ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാവും അല്ലേ? അപ്പോൾ തൽക്കാലം ഞാൻ പറയുന്ന റിയാക്ഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഓക്കെ. ഇതിൽ
മീഥൈൻ്റെ മാസ് 16 ഗ്രാം ആണ്. ഒരു ഓക്സിജൻ്റെ മാസ് 32 കണ്ടു, അപ്പോൾ 2 ഓക്സിജൻ്റെ മാസ് 64 ഗ്രാം ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് ദ ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻറ്റ്? 16 പ്ലസ് 64, ദ ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻറ്റ് ഈസ് 80 ഗ്രാം. വാട്ട് അബൌട്ട് ഹിയർ പറ. 44 ആണ് CO2ൻ്റെ മാസ്, നേരത്തെ നമ്മൾ ഇതിൽ കണ്ടു അല്ലേ. പ്ലസ് വെള്ളം, വാട്ടറിൻ്റെ ഒരു മോളിക്യൂൾ വാട്ടറിൻ്റെ മാസ് 18 ആണ്. സോ 2 മോളിക്യൂളാകുമ്പോൾ 36. മക്കളെ, ഞാൻ ഈ മാസ് എഴുതുന്നത് കണ്ടിട്ട് നിങ്ങൾ ഒരു തരത്തിലും ടെൻസ്ഡ് ആവണ്ട. ഇതെനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ എഴുതുന്നുള്ളൂ. ഈ ചാപ്റ്ററിൽ അറ്റോമിക് മാസ് എന്ന് പറയുന്ന വരും സെക്ഷൻ എത്തുമ്പോഴേക്ക് നിങ്ങൾ മാസമൊക്കെ പറയാനായിട്ട് ഏബിൾഡ് ആയിക്കോളും. സോ അതിനെക്കുറിച്ച് ടെൻസ്ഡ് ആവണ്ട. ഇപ്പം ഞാൻ പറയുന്ന വാല്യൂ നോക്കല്ലേ, ഞാൻ പറയുന്ന കോൺസെപ്റ്റ് കിട്ടുന്നുണ്ടോ നോക്ക്. സോ 44 പ്ലസ് 36, ദാറ്റ് ഈസ് ഓൾസോ 80 gram. So total mass of what it is? Product. So total mass of reactant equal to total mass of product. So once again it obeys law of conservation of mass. അല്ലേ, ഇവിടെയും എന്താ ഒബേ ചെയ്തിട്ടുണ്ട്? കൺസർവേഷൻ ഓഫ് മാസ് ഒബേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് കെമിക്കൽ റിയാക്ഷൻ നിങ്ങൾ നോക്കിക്കോളൂ, റിയാക്ടന്റിന്റെ ടോട്ടൽ മാസ് എല്ലായ്പ്പോഴും പ്രൊഡക്റ്റിന്റെ ടോട്ടൽ മാസിന് ഈക്വൽ ആയിരിക്കും. അഥവാ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ എല്ലായ്പ്പോഴും അത് ഈക്വൽ ആയിരിക്കും. അഥവാ കുറയുകയുമില്ല കൂടുകയുമില്ല. അതായത് നിങ്ങൾക്ക് ഒരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞതിന്റെ ഫലമായിട്ട് മാസിനെ നശിപ്പിക്കാനോ മാസിനെ നിർമ്മിക്കാനോ പറ്റില്ല. പക്ഷേ ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് മാറ്റാം അല്ലേ. ഇവിടെ ആ 80 എന്ന് പറയുന്ന മാസ് മീഥൈൻ്റെയും ഓക്സിജന്റെയും ഫോമിലായിരുന്നു. ഇവിടെ ആ 80 എന്ന് പറയുന്ന മാസ് കാർബൺ ഡൈ ഓക്സൈഡിന്റെയും വാട്ടറിന്റെയും ഫോമിലാണ്. സോ മാസ് ക്യാൻ ചേഞ്ച് ഫ്രം വൺ ഫോം ടു അനദർ, ബട്ട് ഇറ്റ് ക്യാനോട്ട് ഡിസ്ട്രോയ്ഡ് ഓർ ക്രിയേറ്റഡ്. ഓക്കെ, സോ ഞാൻ അതിന്റെ സ്റ്റേറ്റ്മെന്റ് പറയാൻ പോവാണ്. യു ഗോട്ട് ദ കോൺസെപ്റ്റ്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? എന്താണ് ആ ലോയുടെ പേര്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ആരാണ് ഇത് പ്രപ്പോസ് ചെയ്തത്? ആന്റോയിൻ ലാവോസിയെ. എന്താണ് ആ കോൺസെപ്റ്റ്? മൈൻഡിൽ ഫിക്സ് ചെയ്യുക. മാസ് ഉണ്ടാക്കാനോ മാസ് നശിപ്പിക്കാനോ പറ്റില്ല, പക്ഷെ ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് ചേഞ്ച് ചെയ്യാം. റെഡി? ഇനി അതിൻ്റെ ഒരു വേർഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് ഇംഗ്ലീഷിൽ മീൻസ് നിങ്ങളെ സ്റ്റേറ്റ്മെന്റും കൂടെ എന്ത് ചെയ്യുക? ബൈ ഹാർട്ട് ചെയ്യുക. അപ്പോൾ ഇതിന് 2 സ്റ്റേറ്റ്മെന്റ് യൂഷ്വലി പറയാറുണ്ട്. ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ആദ്യം പറയാം, ശ്രദ്ധിക്കണേ. ഇൻ എ കെമിക്കൽ റിയാക്ഷൻ, in a chemical reaction, the total mass of reactant always equal to total mass of പ്രോഡക്റ്റ്. അധികാരങ്ങളുടെ ആകെ മാസ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റിന്റെ ഉൽപ്പന്നങ്ങളുടെ ആകെ മാസിന് ഈക്വൽ ആയിരിക്കും ഒരു രാസപ്രവർത്തനത്തിൽ. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് ബൈ ഹാർട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഇൻ എ കെമിക്കൽ റിയാക്ഷൻ, ഒരു കെമിക്കൽ റിയാക്ഷനിൽ ദ ടോട്ടൽ മാസ് ഓഫ് റിയാക്ടന്റ്, ആ റിയാക്ടന്റിന്റെ ആകെ മാസ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ദ ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിന്റെ ഉൽപ്പന്നത്തിന്റെ ആകെ മാസിന് ഈക്വൽ ആയിരിക്കും. സോ ഓക്കെ ആണല്ലോ. ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ ഞാൻ പറഞ്ഞു അല്ലേ, കൺസർവേഷൻ ട്രെൻഡിൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. എന്താണ് ആ സ്റ്റേറ്റ്മെന്റ്? സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: മാസിനെ നശിപ്പിക്കാനോ നിർമ്മിക്കാനോ ആവില്ല എന്ന്. മാസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് nor be destroyed, but can change, പക്ഷേ മാറ്റാം, but can change from one form to another. Statements okay അല്ലേ? മാസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ്, മാസിനെ നിർമ്മിക്കാനാവില്ല, നോർ ബി ഡിസ്ട്രോയിഡ്, നശിപ്പിക്കാനാവില്ല, ബട്ട് ക്യാൻ ചേഞ്ച് ഫ്രം വൺ ഫോം ടു അനദർ. ഈ 2 സ്റ്റേറ്റ്മെന്റും ഞാൻ എഴുതിയത് ഈ എക്സാമ്പിൾ നിന്ന് വ്യക്തമായിട്ടുണ്ടായിരിക്കും അല്ലേ. ടോട്ടൽ മാസ് ഓഫ് റിയാക്ടന്റ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്റ്റ് 44. ടോട്ടൽ മാസ് ഓഫ് റിയാക്ടന്റ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്റ്റ് 80. ഫൈൻ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് 43 ആയില്ല, 45 ആയില്ല, 44 സ്റ്റിൽ 44 ആണ്. സോ മാസ് നശിപ്പിച്ചില്ല, ക്രിയേറ്റ് ചെയ്തില്ല. കറക്റ്റ്, നശിപ്പിച്ചില്ല, ക്രിയേറ്റ് ചെയ്തില്ല. നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ബട്ട് ദ ഫോം ഈസ് ചേഞ്ച്ഡ്. അതാണ് ഒരു കെമിക്കൽ റിയാക്ഷനിൽ സംഭവിക്കുന്നത്. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. എളുപ്പമല്ലേ? സോ ഞാൻ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഡ്രോപ്പ് ചെയ്യാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോ ആണ് ഇപ്പം നിങ്ങൾ കേട്ടത്. ഇതിനേക്കാളും കുറച്ചും കൂടെ എളുപ്പമുള്ള ലോ, ടഫൊന്നുമില്ല, എളുപ്പമുള്ള ലോ തന്നെയാണ് വരുന്നത്. നിങ്ങൾ ഞാൻ പറയുന്ന പോലെ എൻ്റെ കൂടെ കറക്റ്റായിട്ട് നല്ല ഒബ്സർവ് ചെയ്ത് വന്നാൽ മതി. ഓക്കെ, സോ നമുക്കത് കാണാൻ പറ്റും. സോ മൂവിങ് ടു ദ സെക്കൻഡ് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. 2 പേര് കെമിക്കലി കൂടിച്ചേരുന്നു. ആ പ്രോസസ്സിനെ എന്തൊക്കെ വിളിക്കുക എന്നുള്ള ഇൻട്രൊഡക്ഷനൊക്കെ ഞാൻ തന്നു. കൂടിച്ചേരുമ്പോൾ അവിടെ അനുസരിച്ചിരിക്കേണ്ട നിയമങ്ങൾ, ഒബേ ചെയ്യേണ്ട ലോസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ലോ നമ്മൾ പറഞ്ഞു. മൂവിങ് ടു ദ സെക്കൻഡ് വൺ, ലോ ഓഫ് ഡെഫിനൈറ്റ് പ്രൊപ്പോർഷൻ നോക്കാം.
ശ്രദ്ധിക്കുക, സെക്കൻഡ് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ, ലോയുടെ പേര് ലോ ഓഫ് ഡെഫിനൈറ്റ് പ്രൊപ്പോർഷൻ. ഓക്കെ, അപ്പോൾ ലോയുടെ പേരായല്ലോ. ഇനി ഇത് ആര് പറഞ്ഞെന്ന് നോക്കണം. പറഞ്ഞ ആളുടെ പേരാണ് ജോസഫ് പ്രോസ്റ്റ്. ജോസഫ് പ്രോസ്റ്റ് എന്ന് പറയുന്ന ആളാണ് ലോ ഓഫ് ഡെഫിനൈറ്റ് പ്രൊപ്പോർഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതിന് മുമ്പ് ലോ എന്താണെന്ന് ഞാൻ പറയാം. മക്കളെ, കെമിക്കൽ കോമ്പിനേഷൻസിൻ്റെ ലോയാണ്. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ മാത്രമാവണമെന്നില്ല, ഒരു കെമിക്കൽ സ്പീഷീസ് രൂപപ്പെടുമ്പോഴും ആവാം, ഇപ്പോൾ ഒരു കോമ്പൗണ്ട് രൂപപ്പെടുമ്പോഴൊക്കെ ആവാം. കമ്പൈൻ ചെയ്യുമ്പോഴുള്ള ലോസ് ആണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണേ, ഇപ്പോൾ നമുക്ക് വാട്ടർ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട് എൻ്റെ കയ്യിൽ. വാട്ടർ കോമ്പൗണ്ട് ഏതാ? വാട്ടർ. ഈ വാട്ടർ ഞാൻ സീയിൽ നിന്നും എടുത്തു, ലേക്കിൽ നിന്നും എടുത്തു, ട്യൂബ് വെല്ലിൽ നിന്ന് എടുത്തു. ഓക്കെ, ഇനി അമേരിക്കയിൽ നിന്നും എടുത്തു, ഇന്ത്യയിൽ നിന്ന് എടുത്തു. ഞാൻ എവിടുന്നോ എടുക്കട്ടെ, അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിക്ക് മാറ്റമുണ്ടായേക്കാം, ഭൗതിക ഗുണത്തിന് മാറ്റം ഉണ്ടായേക്കാം, ടേസ്റ്റിന് മാറ്റം ഉണ്ടായേക്കാം, കളറിന് മാറ്റം ഉണ്ടായേക്കാം, പക്ഷേ ഓൾവേസ് അത് H2O ആയിരിക്കും എന്നുള്ളതാണ് ലോ ഓഫ് ഡെഫിനൈറ്റ് പ്രൊപ്പോർഷൻ. വെള്ളം നിങ്ങൾ എവിടെ നിന്ന് എടുത്താലും അത് നിങ്ങൾ എടുത്തത് വാട്ടർ ആണോ എങ്കിൽ അത് H2O ആയിരിക്കും. അതിലെന്നും 2 ഹൈഡ്രജനും 1 ഓക്സിജനും ആയിരിക്കും ഉണ്ടായിരിക്കുക. 2 ഹൈഡ്രജൻ ആൻഡ് 2 ഹൈഡ്രജൻസ് ആൻഡ് 1 ഓക്സിജൻ എന്നുള്ളതാണ് ലോ ഓഫ് ഡെഫിനൈറ്റ് പ്രൊപ്പോർഷൻ. ഇത്രയുള്ള ഐഡിയ. സോ എവിടെ നിന്ന് നിങ്ങൾ വാട്ടർ എടുത്തോളൂ, ഇറ്റ് ഓൾവേസ് കണ്ടെയ്ൻസ് 2 hydrogen and oxygen. Ready? And the mass ratio, water അല്ലേ, H2O അല്ലേ, മാസ് റേഷ്യോ എന്ന് പറയുന്നത് ഓൾവേസ് അത് 2 hydrogens and 1 oxygen ആണെന്ന് പറഞ്ഞു. 2 hydrogen ആകുമ്പോൾ അതിൻ്റെ മാസ് 2 gram ആണ്, 1 oxygen ആകുമ്പോൾ അതിൻ്റെ മാസ് 16 gram ആണ്. എങ്കിൽ അതിൻ്റെ മാസിൻ്റെ റേഷ്യോ ഓൾവേസ് ഡെഫിനൈറ്റ് ആയിരിക്കും. എന്താണ് ആ റേഷ്യോ? 1:8 അല്ലേ. മാസിൻ്റെ റേഷ്യോ ഓൾവേസ് ഡെഫിനൈറ്റ് ആയിരിക്കും. ആ അനുപാതം ഓൾവേസ് ഫിക്സ്ഡ് ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് 1:8 ആയിരിക്കും എന്നുള്ളതാണ് ലോ ഓഫ് ഡെഫിനൈറ്റ് പ്രൊപ്പോർഷൻ. അപ്പോൾ ഒരു കോമ്പൗണ്ട് നിങ്ങൾ എവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാലും 2 കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഒരു കോമ്പൗണ്ടിന് എടുക്കണം, വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളം തന്നെ എടുക്കണം, വേറെ എന്തെങ്കിലും എടുക്കരുത്. വെള്ളം നിങ്ങൾ എവിടെ നിന്ന് എടുത്താലും, അത് എന്ത് സോഴ്സിൽ നിന്നും എടുത്താലും സോഴ്സ് റെസ്പെക്റ്റ് ചെയ്യില്ല. സോഴ്സ് എന്താണെന്നുള്ളത് ഇവിടെ ഒരു വിഷയമേ അല്ല. എടുത്തത് വെള്ളമാണോ എങ്കിൽ അതിൽ ഓൾവേസ് 2 എലിമെൻറ്റ്സ് ആണ് ഉണ്ടാവുക. ആര്? ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ആൻഡ് ദ റേഷ്യോ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ, ദ മാസ് റേഷ്യോ ഓഫ് ഹൈഡ്രജൻ ഈസ് ടു ഓക്സിജൻ ഓൾവേസ് ബി ഈക്വൽ ടു 1:8. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇതൊരു 18th സെഞ്ച്വറികളിലൊക്കെ പറയുന്ന ലോയാണ്, 800 കാലഘട്ടങ്ങളിലൊക്കെ പറയുന്ന ലോയാണ്. നമ്മുടെ ഇന്നത്തെ 21 സെഞ്ച്വറിയിലൊന്നും അതിന് വലിയൊരു പ്രസക്തിയില്ല, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. നമുക്കത് കേൾക്കുമ്പോൾ തന്നെ ഇതൊക്കെ ഒരു ലോ ആയി പറയണമെന്നൊക്കെ തോന്നിയേക്കാം, മേ ബി തോന്നിയേക്കാം. പക്ഷെ അന്നതൊരു ലോ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളത് പഠിക്കുന്നുള്ളൂ കേട്ടോ. അതായത് പ്രോസ്റ്റ് ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ഞാൻ വെള്ളമെടുത്തു, അത് സീന്ന് എടുത്തപ്പോൾ H2Oയും ലേക്കിൽ നിന്ന് എടുത്തപ്പോൾ അത് H2O2 ആയില്ല. H2O2 ആവില്ല. വേറെ ഒരു സ്ഥലത്ത് നിന്ന് എടുത്തപ്പോൾ അത് H2O ആയി, പക്ഷെ വേറെ സ്ഥലത്ത് നിന്ന് എടുക്കുമ്പോൾ അത് H2O2 ആവില്ല എന്നുള്ളതാണ് മീനിങ്. എന്താ? H2O2 ആയിരുന്നെങ്കിലോ ഹൈഡ്രജൻ ഓക്സിജൻ ഉണ്ടാവുക. വാട്ടർ ആയിരുന്നപ്പം സ്റ്റിൽ ഹൈഡ്രജൻ ഓക്സിജൻ ഉണ്ടായിരുന്നത്. എന്താ റേഷ്യോ? 1:8. അത് H2O2 ആയിരുന്നപ്പോഴും ഹൈഡ്രജൻ ഓക്സിജൻ ഉണ്ടാവുക. പക്ഷേ റേഷ്യോ എന്താണ് മക്കളെ? റേഷ്യോ എന്താണ്? മാസിൻ്റെ റേഷ്യോ എന്താണ്? 2:32 എന്ന് പറയുന്ന റേഷ്യോ എന്താണ്? 1:16. ഇങ്ങനെ ആവില്ല. അതാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ വെള്ളം നിങ്ങൾ വേറെ എവിടുന്നെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അത് H2O2 ആവില്ല. മോറോവർ വെള്ളം നിങ്ങൾ വേറെ എവിടുന്നെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അത് N2O എന്നാവില്ല. അതാണ് പ്രോസ്റ്റ് മീൻ ചെയ്തത്. കോൺസെപ്റ്റ് മനസ്സിലായി? ഒരു കോമ്പൗണ്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് എടുക്കുന്ന സമയത്ത് അതിലുള്ള എലിമെൻസിൻ്റെ റേഷ്യോ മാറില്ല, അതിലുള്ള എലിമെൻസും മാറില്ല. ഇവിടെ അതിൻ്റെ എലിമെൻസിൻ്റെ റേഷ്യോ മാറിയാൽ പിന്നെ എലിമെൻസിൻ്റെ റേഷ്യോ മാറിയാൽ മാസിൻ്റെ റേഷ്യോ മാറും. ഇവിടെ അതിൻ്റെ എലിമെൻസ് തന്നെ മാറി. ഹൈഡ്രജൻ ഓക്സിജൻ വരേണ്ട അടുത്ത് ഇവിടെ ആരാ വന്നേ? നൈട്രജൻ ആൻഡ് ഓക്സിജനാണ് വന്നത്. ഇങ്ങനെ വരില്ല എന്നുള്ളതാണ്. 2 കാര്യങ്ങൾക്കാണ് അയാൾ വാശി പിടിച്ചത്. എന്ത്? ഒരു കോമ്പൗണ്ട് നിങ്ങൾ എവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാലും അതിൽ ഒരേ എലിമെൻസ് ആണ് ഉണ്ടാകുക.
റെഡി? അത് ഒരേ മാസിൻ്റെ റേഷ്യോയിലായിരിക്കും ഉണ്ടായിരിക്കുക. ഗോട്ട് ഇറ്റ്? സോ ലോ ഞാൻ പറയട്ടെ, ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് പറയട്ടെ. സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ്, എങ്ങനെ? അല്ലെങ്കിൽ എ കോമ്പൗണ്ട്, ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ ഒരു കോമ്പൗണ്ടിൽ അല്ലെങ്കിൽ ഒരേ കോമ്പൗണ്ടിൽ ഓൾവേസ് ഉണ്ടായിരിക്കും, എല്ലായ്പ്പോഴും അടങ്ങിയിരിക്കും അല്ലേ? എടുത്ത കോമ്പൗണ്ട് വെള്ളമാണോ? അപ്പോൾ ഇതൊരു സെയിം, ഞാൻ ഇവിടുന്ന് ഈ സോഴ്സിൽ നിന്നൊക്കെ എടുത്തത് ഒരേ കോമ്പൗണ്ടാണ്. ആരാ? വാട്ടർ. എങ്കിൽ ഇറ്റ് ഓൾവേസ് കണ്ടെയ്ൻസ്, അതിലെല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. ആരുണ്ടാവും? ഒരേ എലിമെൻറ്റ്സ് ഉണ്ടാവും. വെള്ളമാണ് എടുത്തെങ്കിൽ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഉണ്ടാവും. സോ സെയിം എലിമെൻറ്റ്സ് അല്ലേ? സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ സെയിം എലിമെൻറ്റ്സ്. അത് പറഞ്ഞ് മനസ്സിലായോ? ഒരേ കോമ്പൗണ്ടുകളിൽ, ഒരേ സംയുക്തങ്ങളിൽ, ഒരേ കോമ്പൗണ്ടുകളിൽ ഓൾവേസ് ഉണ്ടായിരിക്കും, എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. ആര്? ഒരേ എലിമെൻറ്റ്സ്, സെയിം എലിമെൻറ്റ്സ്. എങ്ങനെ? ഇൻ എ ഫിക്സഡ് റേഷ്യോ ബൈ മാസ്. മാസിൻ്റെ ഒരു ഫിക്സഡ് റേഷ്യോയിൽ, ഒരു മാസിൻ്റെ ഒരു പ്രത്യേക റേഷ്യോയിൽ ഫിക്സഡ് ആയിരിക്കും. മാസ് 1:8 വാട്ടറാണോ എടുക്കണത്? ഹൈഡ്രജൻ ഓക്സിജനെ പറ്റുള്ളൂ, അല്ലാണ്ട് ഹൈഡ്രജൻ ഓക്സിജന് പറ്റില്ല. മാസിൻ്റെ റേഷ്യോ 1:8 പറ്റുള്ളൂ, 1:16 പറ്റില്ല. പറഞ്ഞു മനസ്സിലായി? രണ്ട് കാര്യങ്ങൾക്കാണ് വാശി പിടിച്ചത്. എന്ത്? സെയിം എലിമെൻറ്റ്സ് ആയിരിക്കണം, റേഷ്യോ ഓഫ് മാസ് എന്തായിരിക്കണം? ഫിക്സ്ഡ് ആയിരിക്കണം. ഇതാണ് ലോ ഓഫ് ഡെഫിനൈറ്റ് പ്രൊപ്പോർഷൻ. എല്ലായ്പ്പോഴും ഒരു ഡെഫിനിറ്റ് മീൻസ് ഇറ്റ്സ് എ ഫിക്സ്ഡ് വൺ. ഫിക്സ്ഡ് ആയിട്ടുള്ള പ്രൊപ്പോർഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക, അനുപാതമായിരിക്കും ഉണ്ടായിരിക്കുക. സോ ലോ മനസ്സിലായല്ലോ? ഒരു കോമ്പൗണ്ട് എവിടെ നിന്ന് എടുത്താലും അതിൽ ഒരേ എലിമെൻറ്റ്സ് ഒരേ മാസ് റേഷ്യോയിലായിരിക്കും ഉണ്ടാവുക. ഇതാണ് മൈൻഡിൽ ഫിക്സ് ചെയ്യേണ്ടത്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ എ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് a same elements in a fixed ratio by mass. Okay? Or a same compound always contains same elements in a fixed ratio by mass. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചാൽ മതി കേട്ടോ. റെഡി? ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും. If you take water from any source, okay, then it always contains hydrogen and oxygen അല്ലേ? നോക്കൂ, ഇറസ്പെക്റ്റീവ് സോഴ്സ് ഓഫ് എന്താണ്? ഇറസ്പെക്റ്റീവ് സോഴ്സ് ഓഫ് വാട്ടർ. Irrespective source of water shows that. എന്താ എക്സാമ്പിൾ കൊടുത്ത? ഇറസ്പെക്റ്റീവ് സോഴ്സ് ഓഫ് വാട്ടർ ഷോസ് ദാറ്റ്. എന്താ അതിന് മീനിങ്? സോഴ്സ് റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, സോഴ്സിനെ ആശ്രയിക്കാതെ നിങ്ങൾ വാട്ടർ എടുത്താൽ, ഇറസ്പെക്റ്റീവ് സോഴ്സ് ഓഫ് വാട്ടർ ഏത് സോഴ്സിൽ നിന്ന് എടുത്താൽ, മീനിങ് മനസ്സിലായി? ഷോസ് ദാറ്റ് അതിലുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഷോസ് ദാറ്റ് എന്നുള്ളതിന് പകരം ഇറ്റ് ഓൾവേസ് കണ്ടെയ്ൻസ്, അതിലെല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. ഇറ്റ് ഓൾവേസ് കണ്ടെയ്ൻ ആരുണ്ടായിരിക്കുക? എന്തല്ലോ? ഞാൻ ബാക്കി ലോയുടെ രൂപത്തിലാണ് എക്സാമ്പിൾ പറയുന്നത്. ഇറസ്പെക്റ്റീവ് സോഴ്സ് ഓഫ് വാട്ടർ, അതായത് ഞാനൊരു കോമ്പൗണ്ട് എടുത്തു എന്നർത്ഥം. ആര്? വാട്ടർ. സെയിം കോമ്പൗണ്ട് എന്നുള്ള ആ മീനിങ് ആണ്. ആരെടുത്തു? വാട്ടർ എടുത്തു. ഇറസ്പെക്റ്റീവ് സോഴ്സ് ഓഫ് വാട്ടർ, അപ്പോൾ എൻ്റെ കോമ്പൗണ്ട് ആരാ? വാട്ടർ. ദെൻ ഇറ്റ് ഓൾവേസ് കണ്ടെയ്ൻസ്, ഓൾവേസ് ഉണ്ടായിരിക്കും. ഇനി എന്താ പറയേണ്ടത്? സെയിം എലിമെൻറ്റ്സ്. അത് വാട്ടർ ആകുമ്പോൾ എലിമെൻറ്റ്സ് ആരാണ് മക്കളെ? സെയിം എലിമെൻറ്റ്സ് എന്ന് പറയുന്നതിന് പകരം വാട്ടർ ആകുമ്പോൾ ഓൾവേസ് കണ്ടെയ്ൻസ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ in a fixed ratio by mass. ആ റേഷ്യോ എന്താ പറയണ്ടേ? ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ വിച്ച് ഇസ് ദ റേഷ്യോ ഓഫ് 1:8. In 1:8 fixed mass ratio. 1:8 fixed mass ratio. Okay, so respective source of water, it always contains വെള്ളം നിങ്ങൾ ഏത് സോഴ്സിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും അതിൽ ഓൾവേസ് ഉണ്ടായിരിക്കും എന്ത്? സെയിം എലിമെൻറ്റ്സ്. ആരൊക്കെയാണ് സെയിം എലിമെൻറ്റ്സ്? ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇൻ ആ സെയിം റേഷ്യോ. ഏതാണ് ആ റേഷ്യോ? മക്കളെ പറ, ഏതാണ് ആ റേഷ്യോ? ഫിക്സ്ഡ് റേഷ്യോ എന്ന് പറയുന്നത് 1:8 ആയിരിക്കും അല്ലേ? ഇനി ഇതിപ്പോൾ വാട്ടർ മാത്രമേ പറ്റുള്ളൂ? അല്ല, നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുകയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആരെടുത്തു? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ഏതൊക്കെയോ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എടുത്തു. അപ്പോൾ നമ്മൾ നമ്മുടെ കേരളത്തിൻ്റെ മുകളിലുള്ള അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡ് നോക്കി, വേറെ ഏതോ ഡൽഹിയുടെ മുകളിലുള്ള അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡ് നോക്കി, അമേരിക്കയിലെ കാർബൺ ഡൈ ഓക്സൈഡ് നോക്കി. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രോപ്പർട്ടീസിന് ചെറിയ മാറ്റം വന്നേക്കാം. എന്ത്? ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് ചെറിയ മാറ്റം വന്നേക്കാം. പക്ഷേ അത് ഓൾവേസ്, അത് ഏത് സോഴ്സിൽ നിന്ന് എടുത്താലും, അത് ഏത് ഭാഗത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാലും അതിൽ എല്ലായ്പ്പോഴും കാർബൺ ഓക്സിജൻ ഉണ്ടാവുള്ളൂ. സമ്മതിച്ചോ? ആണ്, അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഓക്സിജൻ ഉണ്ടാവുള്ളൂ. മാസ് റേഷ്യോ എന്തായിരിക്കും? 12:8.
32 തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതായത് 3:, എത്രയാണ് 4 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3:8 റേഷ്യോയിലായിരിക്കും എവിടെ നിന്ന് നിങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്താലും ഉണ്ടായിരിക്കുക. അപ്പോൾ അത് ഏത് എക്സാമ്പിൾ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും കേട്ടോ. ഇനി നിങ്ങൾ എവിടെ നിന്ന് ഉപ്പെടുത്താലും NaCl, വാട്ട് ഈസ് NaCl? സോൾട്ട്. അത് നിങ്ങളെ വീട്ടിൽ കിട്ടുന്ന പാക്കറ്റിൽ നിന്ന് നിങ്ങൾ ഉപ്പെടുത്താലും കടലിൽ നിന്ന് കിട്ടുന്ന ഉപ്പെടുത്താലും നിങ്ങൾ ഏത് ഭാഗത്തു നിന്ന് ഉപ്പെടുത്തു കഴിഞ്ഞാലും അതിലെന്നും സോഡിയം ക്ലോറിനെ ഉണ്ടാവുള്ളൂ. സോഡിയം ആൻഡ് ക്ലോറിൻ. അപ്പോൾ എലിമെൻറ്റ്സ് എന്നും സോഡിയം ക്ലോറിൻ ആയിരിക്കും. അതിൻ്റെ മാസിൻ്റെ റേഷ്യോ എല്ലായ്പ്പോഴും 23. എനിക്ക് മാസ് അറിയാവുന്നതുകൊണ്ട് ഞാൻ എഴുതാമെന്ന് പറഞ്ഞു. അത് കണ്ടിട്ട് ഇങ്ങനെ നോക്കണ്ട. 23:35.5 ആയിരിക്കും. ഓക്കെ. അപ്പോൾ ലോയുടെ മീനിങ് അത്രേ ഉള്ളൂ. ഒരു കോമ്പൗണ്ട് നിങ്ങൾ എവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാലും അതിൽ ഒരേ എലിമെൻറ്റ്സേ പാടുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഒരു കോമ്പൗണ്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് എടുക്കുമ്പോൾ അതിലുള്ള ആളുകൾ മാറാൻ പാടില്ല. അതിലുള്ള ആളുകൾ മാറാൻ പാടില്ല എന്ന് മാത്രമല്ല അവരുടെ എണ്ണവും മാറാൻ പാടില്ല. അവരുടെ എണ്ണം മാറിയാൽ അവരുടെ മാസിൻ്റെ റേഷ്യോ മാറും അല്ലേ. H2O1 എന്നുള്ളതിന് പകരം H2O2 എന്നായി കഴിഞ്ഞാൽ മാസിൻ്റെ റേഷ്യോ മാറും. ഇതാണ് ലോ ഓഫ് ഡെഫിനൈറ്റ് പ്രൊപ്പോർഷൻ. ഐ തിങ്ക് ലോ ഓഫ് ഡെഫിനൈറ്റ് പ്രൊപ്പോർഷൻ ഈസ് ഓക്കെ. ഞാൻ 3 എക്സാമ്പിളുകൾ കാണിച്ചിട്ടുണ്ട്. ഏത് എക്സാമ്പിൾ നിങ്ങൾക്ക് കൊടുക്കാം? ഫോർ എക്സാമ്പിൾ സോഡിയത്തിൻ്റെ ഉപ്പിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇറസ്പെക്റ്റീവ് സോഴ്സ് ഓഫ് NaCl, ഏത് സോഴ്സിൽ നിന്നും നിങ്ങൾ NaCl എടുത്താലും അങ്ങനെ എഴുതിയാൽ മതി. അതായിരിക്കും നന്നാവും കേട്ടോ. എക്സാമ്പിൾ വയ്ക്കുമ്പോൾ ഇറസ്പെക്റ്റീവ് സോഴ്സ് ഓഫ് എന്ന് പറഞ്ഞാൽ ആ കോമ്പൗണ്ട് പറഞ്ഞാൽ മതി. അല്ലാണ്ട് ഈ വാട്ടർ ടേക്കൺ ഫ്രം സീ, ലേക്ക്, ട്യൂബ്വെൽ അങ്ങനെ പറഞ്ഞ് ബോറാക്കണ്ട. ഇറസ്പെക്റ്റീവ് സോഴ്സ് ഓഫ് NaCl, ഏത് സോഴ്സിൽ നിന്നും നിങ്ങൾ NaCl എടുക്കുക. ഇറ്റ് ഓൾവേസ് കണ്ടെയ്ൻസ് ഏതൊക്കെയാണ് എലിമെൻറ്റ്സ്? ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആണോ? അല്ല, സോഡിയം ആൻഡ് ക്ലോറിൻ ഇൻ ദ ഫിക്സ്ഡ് റേഷ്യോ ഓഫ് 23:35.5. ഗോട്ട് ഇറ്റ്? സോ ഇതാണ് ലോ ഓഫ് ഡെഫിനൈറ്റ് പ്രൊപ്പോർഷൻ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ ലോയുടെ പേര്? ലോ ഓഫ് ഡെഫിനൈറ്റ് പ്രൊപ്പോർഷൻ. ആരാ പറഞ്ഞ്? ജോസഫ് പ്രോസ്റ്റ്, ഓർ സിംപ്ലി പ്രോസ്റ്റ്. ഓക്കെ. ലോ എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു കോമ്പൗണ്ട് നിങ്ങൾ എവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാലും അതിൽ ഒരേ എലിമെൻറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒരേ എലിമെൻറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ എങ്ങനെയാണ് പറഞ്ഞത്? ഒരേ മാസ് റേഷ്യോയിൽ. റെഡി? സോ സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് സെയിം എലിമെൻറ്റ്സ് ഇൻ എ ഫിക്സ്ഡ് റേഷ്യോ ബൈ മാസ്. ഒരു വ്യക്തമായ റേഷ്യോയിലായിരിക്കും ഇതിൻ്റെ മാസിൻ്റെ. ഓക്കെ. സോ ഞാൻ ആ ലോയും ഡ്രോപ്പ് ചെയ്യാണ്. കോൺസെപ്റ്റ് കയറ്റി വെക്കുക. ലോയുടെ പേര്, പറഞ്ഞ ആളുടെ പേര്, കോൺസെപ്റ്റ് കയറ്റി വെക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ. സോ മൂവിങ് ടു ദ തേർഡ് വൺ. ദ തേർഡ് ലോ ഇസ് സെഡ് ടു ബി ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. തേർഡ് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. ലോയുടെ പേര് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ലോ പ്രപ്പോസ് ചെയ്യുന്നത് നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ്, കേട്ടിട്ടുണ്ടായിരിക്കും. ജോൺ ഡാൾട്ടൺ. ഓക്കെ. ഇനി ഞാൻ എക്സാമ്പിളിലൂടെ ലോയെ ഒന്ന് പരിചയപ്പെടുത്താം. ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ. ശ്രദ്ധിക്കാം മക്കളെ. ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് അല്ലേ? ആണ്. അവർ കൂടിച്ചേർന്ന് രണ്ട് വ്യത്യസ്ത കോമ്പൗണ്ടുകൾ ഉണ്ടായി. രണ്ട് ഡിഫറെൻ്റ് എലിമെൻറ്റ്സ് കൂടിച്ചേർന്ന്, 2 പേര് പറ്റുള്ളൂ കേട്ടോ. 2 പേരുടെ ഡിസ്കഷനാണ് ഇപ്പോൾ നടത്തുന്നത്. 2 വ്യത്യസ്ത എലിമെൻറ്റുകൾ, മൂലകങ്ങൾ കൂടിച്ചേർന്നു. 2 വ്യത്യസ്ത സംയുക്തങ്ങളുണ്ടായി. 2 ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് ഉണ്ടായി. ദ കോമ്പൗണ്ട്സ് ആർ H2O and H2O2. What is H2O? Water. What is H2O2? Hydrogen peroxide. ഐഡിയ മനസ്സിലായി? കഴിഞ്ഞില്ല. ഞാൻ 1, 2, 3 എക്സാമ്പിളൂടെ പറയണം മക്കളെ. കാർബൺ ആൻഡ് ഓക്സിജൻ. കാർബണും ഓക്സിജനും കൂടി ചേർന്നു 2 ഡിഫറെൻറ്റ് കോമ്പൗണ്ടുകളുണ്ടായി. കാർബൺ മോണോക്സൈഡ് ആൻഡ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് ആൻഡ് കാർബൺ ഡയോക്സൈഡ്. ആരൊക്കെയാ? കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്. കഴിഞ്ഞില്ല. ഒരു എക്സാമ്പിളൂടെ. കാർബണും ഹൈഡ്രജനും കൂടി ചേർന്നു. ഞാൻ ഈ എക്സാമ്പിളുകളെല്ലാം ഒന്ന് കാര്യങ്ങൾ സംസാരിച്ച് പറഞ്ഞു വരുമ്പോൾ ലോ കറക്റ്റായിട്ട് കിട്ടും. കാർബണും ഹൈഡ്രജനും കൂടി ചേർന്ന് C2H6 ഉണ്ടായി. ഈഥേൻ. ഏനി. C2H4 ഉണ്ടായി. ഈഥീൻ. C2H2 ഉണ്ടായി. ഈഥൈൻ. ആരൊക്കെയാ? ഈഥേൻ, ഈഥീൻ, ഈഥൈൻ. ഇതാണ് ഈ ലോ സംസാരിക്കാനുള്ള കണ്ടീഷൻ. നിർബന്ധിതമായ കണ്ടീഷൻ. എന്ത് കണ്ടീഷൻ?
രണ്ട് എലിമെൻറ്റുകൾ വ്യത്യസ്തമായിരിക്കണം. രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള എലിമെൻറ്റുകൾ കൂടിച്ചേർന്നിട്ട് കമ്പൈൻ ചെയ്തിട്ട് രണ്ട് വ്യത്യസ്ത കോമ്പൗണ്ടുകൾ ഉണ്ടായിരിക്കണം. ഒന്നിലധികം വ്യത്യസ്ത കോമ്പൗണ്ടുകൾ ഉണ്ടായിരിക്കണം. 2 പറ്റും, 3 പറ്റും, എത്രയും പറ്റും. രണ്ട് ഡിഫറെൻ്റ് എലിമെൻറ്റുകൾ കൂടിച്ചേർന്ന് ഒന്നിലധികം വ്യത്യസ്ത കോമ്പൗണ്ടുകൾ ഉണ്ടായിരിക്കണം. ഒന്നിലധികം കോമ്പൗണ്ട് ഉണ്ടായിരിക്കണം. ആൻഡ് ദാറ്റ് ഷുഡ് ബി ഡിഫറെൻറ്റ്. ഒന്നിലധികം എന്ന് പറയുമ്പോൾ തന്നെ ഡിഫറെൻ്റ് ആയിരിക്കണമല്ലോ അല്ലേ. ഒന്നിലധികം ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കോമ്പൗണ്ട്സ് ഉണ്ടായിരിക്കണം. അതാണ് കണ്ടീഷൻ. ഞാൻ ലോ കുറച്ച് ലെങ്തിയാണ്. ഇപ്പം ഞാൻ ആദ്യം ആ കണ്ടീഷൻ എഴുതി വെക്കുകയാണ്. എന്താ കണ്ടീഷൻ? രണ്ട് ഡിഫറെൻ്റ് എലിമെൻറ്റുകൾ കൂടിച്ചേർന്ന് ഒന്നിലധികം ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് ഉണ്ടായി. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എഴുതാണ്, ശ്രദ്ധിക്കാം. വെൻ ഇപ്പോൾ ഞാൻ പറഞ്ഞ കണ്ടീഷൻ കേട്ടോ. വെൻ 2 ഡിഫറെൻറ്റ് എലിമെൻറ്റ്സ്, രണ്ട് വ്യത്യസ്ത മൂലകങ്ങൾ കമ്പൈൻഡ് കൂടിച്ചേർന്നു. കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടായി? കമ്പൈൻ ചെയ്തിട്ട് രൂപപ്പെട്ടത് ടു ഫോം മോർ ദാൻ 1 കോമ്പൗണ്ട്. ഒന്നിലധികം വ്യത്യസ്ത സംയുക്തങ്ങളുണ്ടായി അല്ലേ. വാട്ടർ, ഹൈഡ്രജൻ പെറോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, ഇതാൻ. അപ്പോൾ ഇതുവരെ ഓക്കെ അല്ലേ? ഇത് കണ്ടീഷനാണ്. ഇങ്ങനെ സംഭവിച്ചാൽ മാത്രമേ ദിസ് ഈസ് എ കണ്ടീഷൻ. ഇങ്ങനെ സംഭവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ കെമിക്കൽ കോമ്പിനേഷനിലെ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ രണ്ട് ഡിഫറെൻറ്റ് എലിമെൻറ്റ്സ് കൂടി ചേർന്ന് ഒന്നിലധികം ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് ഉണ്ടായിരിക്കണം. ഇനി ഞാൻ പറയുന്നത് നോക്കാം. ഇങ്ങനെ സംഭവിച്ചാൽ അതിൽ ഒരാളുടെ മാസ് ഫിക്സഡ് ആയിരിക്കും. H2 ആൻഡ് H2O2 അല്ലേ? ആരൊക്കെയാ? H2O, H2O2. രണ്ട് പേരല്ലേ ഉള്ള, രണ്ട് എലിമെൻറ്റ്സ് അല്ലേ ഉള്ളത്. അതിൽ ഒരാളുടെ മാസ് ഫിക്സഡ് ആയിരിക്കും. ഇവിടെ മാസ് നോക്കൂ. ഹൈഡ്രജൻ 2 ഗ്രാം, ഓക്സിജൻ 16 ഗ്രാം. എഗ്രീഡ്. ഇവിടെ ഹൈഡ്രജൻ 2 ഗ്രാം, ഓക്സിജൻ 16 അല്ല, 2 ഓക്സിജൻ അല്ലേ, അപ്പോൾ 32 ഗ്രാം. അപ്പോൾ ഇതിൽ ആരുടെ മാസാണ് ഫിക്സഡ്? അപ്പോൾ രണ്ട് എലിമെൻറ്റുകൾ കൂടി ചേർന്ന് ഒന്നിലധികം കോമ്പൗണ്ടുകൾ ഉണ്ടായാൽ അതിൽ ഒരാളുടെ മാസ് ഫിക്സഡ് ആയിരിക്കും. മക്കളെ, ഇവിടെ ആരുടെ മാസാണ് ഫിക്സഡ്? ഈ രണ്ട് കേസിലും ആരുടെ മാസാണ് കോൺസ്റ്റൻറ്റ്, ഫിക്സഡ്, മാറാത്തത്? ഹൈഡ്രജൻ്റെ. എങ്കിൽ ആ ഫിക്സഡുമായി കൂടിച്ചേർന്ന മറ്റേ ആൾക്ക്, രണ്ട് എലിമെൻ്റിലുള്ള ഒരാളുടെ മാസ് ഫിക്സഡ് ആണ്, ഒരാളുടെ മാസ് എന്താ ഫിക്സഡ്, എങ്കിൽ അതുമായി കൂടിച്ചേർന്ന മറ്റേ വ്യക്തി, രണ്ട് പേരാണുള്ളത്. ഓക്കെ, അതിൽ എത്ര കോമ്പൗണ്ട് ഉണ്ടെങ്കിലും അതിൽ ഒരാളുടെ മാസ് എന്താണ്, ഫിക്സഡ് ആണ്. എങ്കിൽ മറ്റേ ആളില്ലേ, അയാൾക്കിടയിൽ ഒരു സിമ്പിൾ റേഷ്യോ ഉണ്ടാവും മാസിൻ്റെ എന്നാണ് പറഞ്ഞത്. എങ്കിൽ രണ്ടാമത്തെ ആളുടെ മാസിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ അതൊരു സിമ്പിൾ റേഷ്യോ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ രണ്ടാമത്തെ ആളാരാ? ഓക്സിജൻ. എങ്കിൽ ഓക്സിജൻ്റെ മാസ് റേഷ്യോ ഓഫ് ഓക്സിജൻ, ഓക്സിജൻ്റെ മാസ് റേഷ്യോ പറഞ്ഞോളൂ. ഫസ്റ്റ് കോമ്പൗണ്ടിൽ 16, സെക്കൻഡ് കോമ്പൗണ്ടിൽ 32. വാട്ട് ഈസ് ദ മാസ് റേഷ്യോ? ദാറ്റ് വിൽ ബി എ സിമ്പിൾ വൺ, 1:2. ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ബാക്കിയുള്ളതും കൂടെ ചെക്ക് ചെയ്യാം. പറഞ്ഞോളൂ. കാർബൺ ആൻഡ് ഓക്സിജൻ കമ്പൈൻഡ് ടു ഫോം കാർബൺ മോണോക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. മക്കളെ, മാസ് പറയാം. കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് കാർബൺ മോണോക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്. മാസ് പറഞ്ഞോളൂ. കാർബൺ 12, ഓക്സിജൻ 16. വൺസ് അഗെയിൻ കാർബൺ 12, ഓക്സിജൻ 32. ആരാണ് മക്കളെ ഫിക്സഡ്? ഈ രണ്ടിലും ഫിക്സഡ് ആരാ? കാർബണുമായി കൂടിച്ചേർന്ന ആരാ? ഓക്സിജൻ. സോ വാട്ട് ഈസ് ദ മാസ് ഓഫ് റേഷ്യോ ഓഫ് ഓക്സിജൻ? ദാറ്റ് ഈസ് 16:32. വാട്ട് ഈസ് ദ വാല്യൂ? 1:2. റെഡി? സോ ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് എലിമെൻറ്റുകൾ കൂടിച്ചേർന്ന് ഒന്നിലധികം കോമ്പൗണ്ട് ഉണ്ടായാൽ അതിലൊരാളുടെ മാസ് ഫിക്സഡ് ആയിരിക്കും. ആ ഫിക്സഡുമായി കൂടിച്ചേർന്ന മറ്റേയാൾ, അയാളുടെ മാസിൽ ഒരു സിമ്പിൾ റേഷ്യോ ഉണ്ടാവും. രണ്ട് പേരാണുള്ളത്. ഒരാളുടെ മാസ് ഫിക്സഡുമായി കൂടിച്ചേർന്ന മറ്റേയാൾ, എലിമെൻറ്റ് ദാറ്റ് കമ്പൈൻഡ് വിത്ത് ഫിക്സഡ് മാസ്. ഓക്കെ, മറ്റേയാളെ ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? രണ്ട് പേരുണ്ട്, ഞാനും ഒരാളും കൂടിച്ചേർന്നു, ഒന്നിലധികം കോമ്പൗണ്ട്സ് ഉണ്ടായി. റെഡി? എൻ്റെ മാസ് ഫിക്സഡ് ആണ് എങ്കിൽ മറ്റേയാളുടെ മാസിൻ്റെ ഇടയിലൊരു റേഷ്യോ ഉണ്ടായിരിക്കും. റെഡിയാണോ?
ഈ മറ്റേ ആളെ ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നോ, മറ്റേ വ്യക്തിയെ ഞാൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുമ്പോൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നോ, ഇയാളെ ഞാൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതോ, ദ എലിമെൻറ്റ്, ദിസ് ഈസ് ദ എലിമെൻറ്റ്, ഇയാൾ കമ്പൈൻഡ് വിത്ത് ഫിക്സഡ് മാസ് ഓഫ് അതർ. ഈ എലിമെൻറ്റ്, ഈ വ്യക്തി കൂടിച്ചേർന്നത് ഫിക്സഡ് മാസുള്ള ഞാനുമായിട്ട്. ആ എലിമെൻറ്റിന് ഒരു സിമ്പിൾ റേഷ്യോ ഉണ്ടായിരിക്കും. സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോൾ കാര്യം മനസ്സിലാവും കേട്ടോ. ഓക്കെ, ഫൈൻ. ശ്രദ്ധിക്കാം. ഇവിടെ കാർബൺ ആൻഡ് ഹൈഡ്രജൻ കമ്പൈൻഡ് ടു ഫോം 3 കോമ്പൗണ്ട്സ്. അപ്പോൾ 2 കോമ്പൗണ്ട് ആണെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല, എത്രയാവാം, ഒന്നിലധികം ഉണ്ടായാൽ മതി. മാസ് പറഞ്ഞോളൂ. ഇതാരാ? ഈഥെയ്ൻ. മാസ് എന്താണ്? 2 കാർബൺ അല്ലേ? 2 കാർബൺ ആകുമ്പോൾ 24. ഒരു ഹൈഡ്രജന് മാസം 1 ആണ്. അപ്പോൾ 6 ഹൈഡ്രജൻ ആകുമ്പോൾ 6 ഗ്രാം. ഇവിടെ 2 കാർബൺ, വീണ്ടും 24, 4 ഹൈഡ്രജൻ, അപ്പോൾ 4 ഗ്രാം. ഇവിടെ 2 കാർബൺ, വീണ്ടും 24, 4 ഹൈഡ്രജൻ, 4 ഗ്രാം. അപ്പോൾ ഇവിടെ കോൺസ്റ്റൻറ്റ് മാസുള്ളതാരാ മക്കളെ? ഫിക്സഡ് മാസുള്ളതാരാ? കാർബൺ. എങ്കിൽ ആ കാർബണുമായി കൂടിച്ചേർന്ന വ്യക്തി ആരാ? ഓക്സിജനാണോ? എല്ലാ കേസിലും ഓക്സിജൻ ആവണമെന്നുണ്ടോ? ഇല്ല, ഹൈഡ്രജനാണ്. അപ്പോൾ മാസ് റേഷ്യോ ഓഫ് ഹൈഡ്രജൻ, ഹൈഡ്രജൻ്റെ മാസ് റേഷ്യോ ഓഫ് ഹൈഡ്രോജൻ. പറയൂ, ഹൈഡ്രജൻ്റെ മാസ് റേഷ്യോ. ഫസ്റ്റ് വണ്ണിൽ 6 ഗ്രാം, സെക്കൻഡ് വണ്ണിൽ 4 ഗ്രാം, തേർഡ് വണ്ണിൽ ഇവിടെ തെറ്റിയില്ലേ, 24ഉം 2 ഗ്രാമാണ് അല്ലേ? 2 ഹൈഡ്രജനുള്ളൂ, 2 ഗ്രാം. തേർഡ് വണ്ണിൽ 2 ഗ്രാം. സോ വാട്ട് ഈസ് ദ റേഷ്യോ? സിമ്പിൾ റേഷ്യോ 3:2:1. ദിസ് എ സിമ്പിൾ റേഷ്യോ. എങ്കിൽ അവിടെ ഉണ്ടായിരിക്കുന്ന ആ ഫിക്സഡ് അല്ലാത്ത മറ്റേയാൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന റേഷ്യോ, ഫിക്സഡ് അല്ലാത്ത മറ്റേ വ്യക്തിക്കിടയിൽ ഉണ്ടായിരിക്കുന്ന റേഷ്യോ, ദാറ്റ് വിൽ ബി എ സിമ്പിൾ വൺ. ഞാൻ അതിനെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയാൻ പോവാം. ഇത്രയും ഓക്കെ അല്ലേ? വെൻ 2 ഡിഫറെൻറ്റ് എലിമെൻറ്റ്സ് കമ്പൈൻ ടു ഫോം മോർ ദാൻ 1 കോമ്പൗണ്ട്സ്. എപ്പോഴാണോ 2 വ്യത്യസ്ത എലിമെൻറ്റുകൾ കൂടിച്ചേർന്ന് ഒന്നിലധികം കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. ഇനി കേട്ടോളൂ. ദെൻ, എങ്കിൽ, അപ്പോൾ അവിടെ ഉണ്ടാവുന്നതാണ്. ദെൻ വൺ ഓഫ് ദി എലിമെൻറ്റ്, അതിലുള്ള ഒരാൾ, വൺ ഓഫ് ദി എലിമെൻറ്റ്, അതിലുള്ള ഒരാൾ, അയാളുടെ പ്രത്യേകതയാണ് പറയുന്നത്. അതിലുള്ള ഒരു വ്യക്തി, 2 പേരേ ഉള്ളൂ, അതിലുള്ള ഒരാൾ, അയാളുടെ സ്പെഷ്യാലിറ്റിയാണ് ഇനി പറയുന്നത്. വൺ ഓഫ് ദി എലിമെൻറ്റ് ദാറ്റ് കമ്പൈൻഡ്, അത് കൂടിച്ചേർന്നിരിക്കുന്നു. കൂടിച്ചേരുമല്ലോ എന്തായാലും അല്ലേ? 2 പേരല്ലേ കൂടിച്ചേരുന്നത്. അതിലുള്ള ഒരാൾ, വൺ ഓഫ് ദി എലിമെൻറ്റ് ദാറ്റ് കമ്പൈൻഡ് വിത്ത് ഫിക്സഡ് മാസ് ഓഫ് അതർ, ഫിക്സഡ് മാസ് ഓഫ് another bears a simple ratio in mass. bears a simple ratio in mass. പറഞ്ഞത് മനസ്സിലായി? ശ്രദ്ധിക്കുക. 2 എലിമെൻറ്റുകൾ കൂടിച്ചേർന്ന് ഒന്നിലധികം കോമ്പൗണ്ട് ഉണ്ടായാൽ അതിൽ ഇനി കേട്ടോളൂ. ദെൻ വൺ ഓഫ് ദ എലിമെൻറ്റ്, അതിലൊരു എലിമെൻറ്റ് ഉണ്ടായിരിക്കും. അയാളുടെ പ്രത്യേകതയാണ് ഇവിടെ മുതൽ സംസാരിക്കുന്നത്. എന്ത്? ദാറ്റ് കമ്പൈൻഡ് വിത്ത് ഫിക്സഡ് മാസ് ഓഫ് അനദർ. ആ എലിമെൻ്റ് പ്രത്യേകതയാണ്. അതിലൊരു എലിമെൻ്റ് ഉണ്ടായ എലിമെൻ്റ് പ്രത്യേകത ഫിക്സഡ് മാസുള്ള മറ്റതുമായി കൂടിച്ചേർന്നതായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനും ഇയാളും. ഇയാളുടെ പ്രത്യേകതയാണ് പറയുന്നത്. വൺ ഓഫ് ദ എലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇയാളെയാണ്. ഇയാളുടെ പ്രത്യേകത എന്താ? കമ്പൈൻഡ് വിത്ത് ഫിക്സഡ് മാസ് ഓഫ് അനദർ. അനദർ എന്ന് പറഞ്ഞാൽ ഞാനാ, ഫിക്സഡ് മാസുള്ള ഞാനാ. എങ്കിൽ ബിയേഴ്സ് എ സിമ്പിൾ റേഷ്യോ. ആ വൺ ഓഫ് ദ എലിമെൻറ്റ് എന്ന് പറയുന്ന ആൾ, അയാൾ കമ്പൈൻ ചെയ്ത് ഫിക്സഡ് മാസുള്ള അതറുമായിട്ട്, അയാൾ വൺ ഓഫ് ദ എലിമെൻറ്റ് എന്ന് പറയുന്ന ആൾ ബിയേഴ്സ് എ സിമ്പിൾ ബാക്കിയോടെ പോയി, സിമ്പിൾ റേഷ്യോ ഇൻ മാസ്. Okay, so what about here? Hydrogen and oxygen combine to form 2 different compounds, H2 and H2O2. What is that one of the element? ഇതിലേതാണ്? Which one of that? ഇതിലേതാണ് ആ വൺ ഓഫ് ദ എലിമെൻറ്റ് എന്ന് പറയുന്നത്? വൺ ഓഫ് ദ എലിമെൻറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് അല്ലാത്ത ആൾ. അതാരാ? ഓക്സിജൻ. ദിസ് ഈസ് ദ വൺ ഓഫ് ദി എലിമെൻറ്റ് ദാറ്റ് കമ്പൈൻഡ് വിത്ത് ഫിക്സഡ് മാസ് ഓഫ് അനദർ. ഇതാണ് ആ ഫിക്സഡ് മാസ് ഉള്ളത്. ഫിക്സഡ് മാസിനോട് കൂടിച്ചേർന്ന വൺ ഓഫ് ദി എലിമെൻറ്റ്. ബിയേഴ്സ് എ സിമ്പിൾ റേഷ്യോ. അതിൻ്റെ റേഷ്യോ ഞാൻ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, 1:2. ഈ സ്റ്റേറ്റ്മെൻറ്റ് കണ്ട് കോംപ്ലിക്കേറ്റഡ് ആവരുത് കേട്ടോ. അപ്പോൾ കാര്യം നല്ലോണം മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യുക? പഠിക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ബൈ ഹാർട്ട് ചെയ്യുക. സ്റ്റേറ്റ്മെൻറ്റ് ബൈ ഹാർട്ട് ചെയ്യുന്ന വേണം, പക്ഷേ അതിൻ്റെ മീനിങ് പെർഫെക്റ്റ്ലി നിങ്ങളുടെ മൈൻഡിലുണ്ടായിരിക്കണം. സോ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഇങ്ങനെ തന്നെ ബൈ ഹാർട്ട് ചെയ്യണം. എന്ത്? വെൻ 2 ഡിഫറെൻറ്റ് എലിമെൻറ്റ്സ് കമ്പൈൻഡ് ഫോം മോർ ദാൻ 1 കോമ്പൗണ്ട്, ദെൻ വൺ ഓഫ് ദ എലിമെൻറ്റ് കമ്പൈൻഡ് വിത്ത് ഫിക്സഡ് മാസ് ഓഫ് അതർ ബിയേഴ്സ് എ സിമ്പിൾ റേഷ്യോ ഇൻ മാസ് എന്നുള്ള രീതിയിൽ പഠിക്കണം. വെൻ 2 ഡിഫറെൻറ്റ് എലിമെൻറ്റ്സ്, എപ്പോഴാണോ 2 വ്യത്യസ്ത എലിമെൻറ്റുകൾ കമ്പൈൻഡ് വിത്ത് ഫിക്സഡ് മാസ് ഓഫ് അതർ, ഒരു നിശ്ചിത മാസുള്ള മറ്റതുമായി കൂടിച്ചേരുന്നത്, കമ്പൈൻഡ് വിത്ത് ഫിക്സഡ് മാസ് ഓഫ് അതർ,
ഓക്കെ സോറി ആദ്യത്തെ കണ്ടീഷനാണ് പറയാനുള്ളത്. വെൻ ടു ഡിഫറെൻറ്റ് എലിമെൻറ്റ്സ്, എപ്പോഴാണ് രണ്ട് ഡിഫറെൻറ്റ് എലിമെൻറ്റുകൾ കമ്പൈൻഡ് ടു ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട്, ഒന്നിലധികം കോമ്പൗണ്ട് രൂപപ്പെടുത്തുന്നത്. ദെൻ അങ്ങനെ ചെയ്താലേ ബാക്കി സംസാരിക്കുന്നതിൽ അർത്ഥമുള്ളൂ. ദെൻ വൺ ഓഫ് ദി എലിമെൻറ്റ്, ആ രണ്ടെണ്ണം എന്ന് പറഞ്ഞതിൽ ഒരാൾ, വൺ ഓഫ് ദി എലിമെൻറ്റ്, അയാളാണ് മാസിൻ്റെ സിമ്പിൾ റേഷ്യോ ഉണ്ടാക്കുക. അയാളുടെ സ്പെഷ്യാലിറ്റി വൺ ഓഫ് ദി എലിമെൻറ്റ്, അതിലുള്ള അയാളാണ് മാസിൻ്റെ സിമ്പിൾ റേഷ്യോ ഉണ്ടാക്കുക. അയാളുടെ സ്പെഷ്യാലിറ്റി ദാറ്റ് അയാൾ കമ്പൈൻഡ് വിത്ത് ഫിക്സഡ് മാസ് ഓഫ് അനദർ, നിശ്ചിത മാസുള്ള മറ്റതുമായി കൂടിച്ചേർന്നതായിരിക്കും. ആൻഡ് ഇറ്റ് ബിയേഴ്സ് എ സിമ്പിൾ റേഷ്യോ ഇൻ മാസ്. ഓക്കെ മക്കളെ, ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിക്കട്ടെ. നൈട്രജനും ഓക്സിജനും കൂടിച്ചേർന്നു. നൈട്രജനും ഓക്സിജനും കൂടിച്ചേർന്നിട്ട് നൈട്രജൻ്റെ ഓക്സൈഡുകൾ NO എന്ന് പറയുന്ന നൈട്രസ് ഓക്സൈഡ്, നൈട്രിക് ഓക്സൈഡ് N2O എന്ന് പറയുന്ന നൈട്രസ് ഓക്സൈഡ് ഉണ്ടായി. NO എന്ന് പറയുന്ന നൈട്രിക് ഓക്സൈഡ് ഉണ്ടായി. NO2 എന്ന് പറയുന്ന അല്ലെങ്കിൽ N2O3 എന്ന് പറയുന്ന ഡൈനൈട്രജൻ ട്രയോക്സൈഡ് ഉണ്ടായി. N2O4 എന്ന് പറയുന്ന ഡൈനൈട്രജൻ ടെട്രോക്സൈഡ് ഉണ്ടായി. N2O5 എന്ന് പറയുന്ന ഡൈനൈട്രജൻ പെൻഡോക്സൈഡ് ഉണ്ടായി. റെഡി. ഇവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഒബേ ചെയ്യും. ഇവിടുത്തെ മാസ് ഞാനൊന്ന് ആദ്യം എഴുതട്ടെ, ശ്രദ്ധിച്ചോളൂ. മാസ് ഇവിടെ 28 ഗ്രാമാണ്. ഒരു നൈട്രജൻ്റെ മാസ് എന്താ 14, രണ്ടാകുമ്പോൾ 28. ഇവിടെ 16 ഗ്രാം. ഇവിടെ 14 ഗ്രാമാണ്. ഇവിടെ 16 ഗ്രാം. ഇവിടെ 28 ഗ്രാമാണ്. ഇവിടെ 3 48 ഗ്രാം. ഇവിടെ വീണ്ടും 28 ഗ്രാമാണ്. ഇവിടെ 4 64 ഗ്രാം. ഇവിടെ വീണ്ടും 28 ഗ്രാമാണ്. ഇവിടെ എത്രയാണ് മക്കളപ്പോൾ 5 × 16 80 ഗ്രാം. അപ്പോൾ ഇവിടെ എങ്ങനെയപ്പോൾ അലോ ചെയ്താൽ ഇതിലൊക്കെ നൈട്രജൻ്റെ മാസ് 28 ആണ്. പക്ഷേ ഈ രണ്ടാമത്തെ മാസം നൈട്രജൻ്റെ മാസ് എത്രയാണ് വരുന്നത്? 14 ആണ് വരുന്നത്. അപ്പോൾ ഇതിനും കൂടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതിന് ഞാൻ 2 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. NO എന്ന് പറയുന്ന ആളെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അയാൾ എന്തായി? N2O2 ആയി. റേഷ്യോ സെയിം ആയിരിക്കും. അപ്പോൾ 28 ഗ്രാം ആയി. അപ്പോൾ അവിടെ എത്ര വരുന്നത്? 32 ഗ്രാം. അപ്പോൾ ഒരാളുടെ മാസ് നിങ്ങൾ ഫിക്സഡ് അല്ലെങ്കിൽ അയാളുടെ മാസ് നിങ്ങൾ ഫിക്സഡ് ആക്കണം. അതിന് നിങ്ങൾക്ക് അനുയോജ്യമായ നമ്പർ കൊണ്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ N2O, N2O3, N2O4, N2O5 മാസ് ഫിക്സഡ് ആണ്. ആ മാസ് ഫിക്സഡ് ആണ്. എന്നാൽ NOയിൽ ഫിക്സഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു കോൺസ്റ്റൻ്റ് ആണ്. NOയിൽ അത് 28 ആയിട്ടില്ല. പക്ഷെ അങ്ങനെ ആയാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അങ്ങനെ ആയാലേ ഫിക്സറുമായിട്ട് കൂടിച്ചേർന്ന ഒരാളുണ്ടെങ്കിൽ മാത്രമേ അവിടെ റേഷ്യോ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിവിടെ 14 ആയതുകൊണ്ട് പോരാ. അതുകൊണ്ട് ഞാനൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 28 ആക്കി. അപ്പോൾ ഇവിടെ ഫിക്സഡായിട്ട് ആരെടുക്കാം? നൈട്രജൻ. Then the fixed mass is 28. അതുമായി കൂടിച്ചേർന്ന ഓക്സിജൻ്റെ മാസിൻ്റെ റേഷ്യോ പറയൂ. ഫസ്റ്റ് വണ്ണിൽ 16, സെക്കൻഡ് വണ്ണിൽ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊണ്ടുവന്നിൽ 32, തേർഡ് വണ്ണിൽ 48, ഫോർത്ത് വണ്ണിൽ 64, ഫിഫ്ത്ത് വണ്ണിൽ 80. ആൻഡ് ദ റേഷ്യോ റെസ്പെക്റ്റീവ്ലി 1:2, 2:2, 3:2, 4:5. This is a simple ratio. സിമ്പിൾ ഓൾ നമ്പർ റേഷ്യോ. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് എല്ലാ കോമ്പൗണ്ട്സിലും എന്ത് ചെയ്യും? ഒബേ ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ രണ്ടാളുകളെ തന്നിട്ട് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഒരാളുടെ മാസ് നിങ്ങൾ ഫിക്സഡ് ആക്കണം. ഫിക്സഡ് അല്ലേ എന്നാൽ അത് മൾട്ടിപ്ലൈ ചെയ്ത് ആക്കണം. ഒരു കോൺസ്റ്റന്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആക്കുക. എന്നിട്ട് മറ്റാൾക്കിടെ റേഷ്യോ ഉണ്ടോ നോക്കുക. ഇഫ് ദർ എക്സിസ്റ്റ് എ റേഷ്യോ ദെൻ ദേ ഒബേ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ഇല്ലെങ്കിൽ ഒബേ ചെയ്യില്ല. ഓക്കെ, സോ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ച് ലെങ്തി സ്റ്റേറ്റ്മെൻ്റ് ആണ്, പക്ഷേ കോൺസെപ്റ്റ് വളരെ ഈസിയാണ്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ജോൺ ഡാൾട്ടനാണ്. ലോ പറഞ്ഞത്രേ ഉള്ളൂ, 2 എലിമെൻറ്റുകൾ കൂടിച്ചേർന്ന് ഒന്നിലധികം കോമ്പൗണ്ട് ഉണ്ടായാൽ അതിലൊരാളുടെ മാസ് ഫിക്സഡ് ആയിരിക്കും. അതുമായി കൂടിച്ചേർന്ന മറ്റേയാളുടെ മാസിൽ ഒരു സിമ്പിൾ റേഷ്യോ ഉണ്ടായിരിക്കും. മറ്റേയാളുടെ മാസിൻ്റെ വാല്യൂസ് നിങ്ങളിങ്ങനെ എഴുതുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ സിമ്പിൾ 1. റെഡി. വെൻ 2 ഡിഫറെൻറ്റ് എലിമെൻറ്റ്സ്, ഞാൻ ഈ വീണ്ടും പറയുന്നത് നിങ്ങൾ ഒരിക്കൽ കേട്ടു, രണ്ടാമത്തെ കേട്ടു, മൂന്നാം തവണ ഞാൻ പറയുമ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞോളണം. അതിനു വേണ്ടി പറയുന്നതാണ്. വെൻ 2 ഡിഫറെൻറ്റ് എലിമെൻറ്റ്സ് കമ്പൈൻഡ് ടു ഫോം മോർ ദാൻ 1 കോമ്പൗണ്ട്, 2 എലിമെൻറ്റുകൾ കൂടിച്ചേർന്ന് ഒന്നിലധികം കോമ്പൗണ്ട് ഉണ്ടായാൽ ദെൻ വൺ ഓഫ് ദ എലിമെൻറ്റ്, എങ്കിൽ അതിലൊരാളുണ്ടായിരിക്കും. ദാറ്റ് കമ്പൈൻഡ് വിത്ത് ഫിക്സഡ് മാസ് ഓഫ് അതർ. ആ ഒരാളെന്ന് പറഞ്ഞ അയാളുടെ പ്രത്യേകതയാണ് പറയുന്നത്. അയാൾ കമ്പൈൻ ചെയ്ത് ഫിക്സഡ് മാസുള്ള മറ്റതുമായിട്ടായിരിക്കും. ദാറ്റ് കമ്പൈൻഡ് വിത്ത് ഫിക്സഡ് മാസ് ഓഫ് ഇനദർ ബിയേഴ്സ് എ സിമ്പിൾ റേഷ്യോ ഇൻ മാസ്. ഓക്കെ, ഇനിയും ലോസ് ഉണ്ട്, നമുക്ക് നോക്കാം.